ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് മീനാക്ഷിയോട് പലതവണ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ തന്നെ ആര്യന് എന്തെല്ലാം ഭാവിയൊക്കെ കിടക്കുന്നതാണ്, ഇതിനിടയ്ക്കൂടെ ഇങ്ങനൊരു കല്യാണം വേണമായിരുന്നു, അവൻ്റെ ഭാവി ഇനി എന്തായി തീരും എന്നൊക്കെ പറഞ്ഞ് ആര്യനെ കുറ്റപ്പെടുത്തുമ്പോൾ മീനാക്ഷി എന്നെ പറയാൻ കേട്ടോ, അമ്മ പറഞ്ഞു അതനുസരിച്ചു, അത്ര തന്നെ. ഇത്രയും കേൾക്കണതും ആര്യം ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞ്? അമ്മ പറഞ്ഞു അവനനുസരിച്ചിരുന്നു, അപ്പോൾ അമ്മ പറഞ്ഞിട്ടാണോ അവന് മിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ ആയിട്ടോ മീനാക്ഷി. പെട്ടെന്ന് തന്നെ മീനാക്ഷി അത് തടിതപ്പി രക്ഷപ്പെടുന്നുണ്ട്. അതേ അമ്മ പറഞ്ഞു മഹാമായ മൂകാംബികയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങ് നടന്നു, ദൈവം എന്താ വിചാരിച്ചാൽ അത് നടന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക കേട്ടോ മീനാക്ഷി. അപ്പോൾ തന്നെ വീണ്ടും ആകാശ് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു മീനാക്ഷി, എന്തൊക്കെയോ അരുതാത്തത് നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, ഇത്രയും നാൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായില്ലേ ഓരോ കാര്യങ്ങൾ നേരിട്ടത്, പിന്നെ ഇപ്പം എന്താ, ഇനിയും അങ്ങനെ തന്നെ നടക്കും, ആകാശ് വിഷമിക്കാതെ എന്ന് പറയാം. അപ്പോൾ ആകാശ് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ കല്യാണം എങ്ങനെ നടന്നതെന്ന് അറിയാമല്ലോ, അതുപോലെ തന്നെ ആര്യനും ദേ ഇപ്പം ഇങ്ങനെ, ഇത് ആനന്ദേട്ടൻ്റെ കല്യാണമാണെങ്കിൽ നടക്കുന്നുമില്ല, അച്ഛൻ ഇതൊക്കെ താങ്ങാൻ പറ്റുമോ എനിക്ക് തോന്നണില്ല, പിന്നെ പാവം അച്ഛൻ, മീനാക്ഷി എന്താ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ സാരമില്ല ആകാശേ, ഒക്കെ ശരിയാവും എന്ന് മീനാക്ഷിയും പറയാട്ടോ. ഈ സമയം ബാലനാണെങ്കിൽ ഓരോ കാര്യങ്ങളും ആര്യൻ മിത്രനെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് അയൽ വീട്ടിലുള്ളവർ ഒരുപാട് ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഓർത്തും കള്ളനാണെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കി, അതെല്ലാം ഓർത്തോർത്ത് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണല്ലോ. അവസാനം സ്വന്തം കടയിൽ തന്നെ ചെന്ന് കയറുക കേട്ടോ. അത് ഷട്ടർ പൊക്കി അതിനകത്ത് കയറുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം ആനന്ദ് എല്ലായിടത്തും അച്ഛനെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ആനന്ദ് നേരെ കടയിലേക്ക് വരുമ്പോൾ അച്ഛനെ കാണുന്നുണ്ട്. അപ്പോൾ ഓടി വന്ന് അച്ഛനെ വിളിക്കുകയാണ്, അച്ഛൻ ഇവിടെ വന്നിരിക്കുകയാണോ? വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക അച്ഛാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല മോനെ, പിന്നെ അങ്ങനെ പറയല്ലേ, അച്ഛനെയും കൊണ്ടേ ഞാൻ പോകും, വന്നില്ലെങ്കിലേ ഞാനും അച്ഛനോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആര്യനെയൊക്കെ ഫോണിൽ ആകാശിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്പീക്കർ ഫോണിൽ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ നമ്മുടെ കടയിലുണ്ട് ആകാശ്, നല്ല വിഷമത്തിലാണ്, പിന്നെ അവിടെ നിങ്ങളാരും വിഷമിക്കേണ്ട, അച്ഛൻ എന്തായാലും സമാധാനപ്പെട്ടിട്ട് ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, ഏട്ടാ അമ്മയ്ക്ക് അച്ഛനോട് സംസാരിക്കാൻ പറ്റുമോ, അതിനുള്ള മാനസികാവസ്ഥയാണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇന്നിപ്പോൾ ആരും അച്ഛനോട് സംസാരിക്കേണ്ട, അച്ഛൻ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കട്ടെ, ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാം, പിന്നെ മിത്രയോടും ആര്യനോടും പറയണം വിഷമിക്കേണ്ടെന്ന്, ഒക്കെ ശരിയാവുമെന്ന് കേട്ടോ, അവരോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ എന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത് കേട്ടോ ആനന്ദ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ വരണം, അവിടെ വീട്ടിലെല്ലാവരും അച്ഛനെ കാത്തിരിക്കുകയാണ് അച്ഛാ. ഇല്ലടാ, ഞാൻ വരില്ല, എനിക്കാരുമില്ല, ഞാൻ അനാഥനാണ്, എന്നെ കാത്തിരിക്കാൻ വേണ്ടി അവിടെ ആരാ ഉള്ളത്, എനിക്കാരുമില്ല, കുഞ്ഞിലേ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു, ഒരു അനാഥാലയത്തിലാണ് ഞാൻ ജീവിച്ചതും വളർന്നതും ഒക്കെ കുറേ കാലം, അത് കഴിഞ്ഞ് എൻ്റെ അമ്മാവൻ്റെ കൂടെ കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞു, എന്നാലും എൻ്റെ പേരെന്തായിരുന്നു എന്നറിയാമോ, അനാഥ പയ്യൻ, എവിടെ പോയാലും എനിക്ക് ആ ഒരു വിളിപ്പേര് മാത്രമാണുള്ളത്. പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഗോമതി വന്നത്, അത് കഴിഞ്ഞ് നിങ്ങൾ വന്നു ഓരോരുത്തരായിട്ട് ഓരോ മക്കളായിട്ട്, അതോടെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഞാൻ അനാഥനല്ല, എനിക്ക് എല്ലാവരും ഉണ്ടെന്ന്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്, എൻ്റെ എല്ലാമായിരുന്നു നിങ്ങളെല്ലാവരും. എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു, എല്ലാം ഒറ്റ മനസ്സോടെ ഒരുമിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നും. ആ അനുസരണയെന്ന് പറയുന്നത് ഒരുതരം അടിമയല്ല, അടിമപ്പെടുത്തലും അല്ല, ഒരു കാരണവരുടെ ഭാഗത്തു നിന്നുള്ള ഒരിതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നച്ഛൻ ഇങ്ങനെ സങ്കടത്തോടെ പറയട്ടോ. പിന്നെ എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് ഞാൻ അച്ചട്ട് പോലെ അടുക്കി വെച്ചിരുന്നു. എന്താണെന്നറിയോ, ആദ്യം നിൻ്റെ വിവാഹം, അത് കഴിഞ്ഞ് ആകാശ്, പിന്നെ ശ്രീമോള്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ, ഇങ്ങനെ ഒരു അടുക്കും ചിട്ട എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം തകർത്തില്ലേ എല്ലാവരും. ഇന്ന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, പക്ഷേ ഞാൻ അനാഥനായി, വീണ്ടും ആ പഴയ അനാഥൻ, ഞാൻ ഒറ്റപ്പെട്ടവനായി, കാലം വീണ്ടും എന്നെ അനാഥനാക്കിയല്ലോ മോനെ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ബാലനങ്ങ് സങ്കടപ്പെട്ട് മനസ്സിലെ വിങ്ങലുകളെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് കരഞ്ഞ് നിലവിളിക്കട്ടോ. എന്നിട്ട് മോനോട് തന്നെ പറയാനുണ്ട്, മോനെ എനിക്കറിയാം ഞാൻ നിങ്ങളുടെ മനസ്സിലൊന്നും നല്ലൊരു അച്ഛനല്ലാന്ന്, അങ്ങനെ പറയരുത്, സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ പലതവണ നമ്മുടെ ബാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആനന്ദ്. പക്ഷേ ബാലന് ആ സങ്കടം പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അലോകിൻ്റെ വീട്ടിലാണ്. അവിടെ അലോകിൻ്റെ അമ്മയും ചെറിയമ്മയും അച്ഛമ്മയും കൂടെ സംസാരിക്കണം കേട്ടോ.
അപ്പോൾ നന്ദിത അലോകേൻ്റെ മിത്രയുടെ അമ്മ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി അച്ചമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഇപ്പം നടന്നത് നല്ല കാര്യമാണ്. പിന്നെ അലോകിൻ്റെ വിവാഹം മുടങ്ങി, അതിന് നമുക്ക് എന്തായാലും എനിക്കും സങ്കടമുണ്ട്. പക്ഷേ മിത്രയുടെ വിവാഹം എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അതേടി, അവനെ നല്ലൊരു പയ്യനെ ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നു, മിത്രേനെ നമ്മുടെ ആര്യനെ കൊണ്ട് കെട്ടിക്കണമെന്ന്. പക്ഷേ നമ്മുടെ ശത്രുതയിൽ നടക്കില്ലെങ്കിലും എനിക്കത് ആഗ്രഹമായിരുന്നു. അവൻ നല്ല കുടുംബം നോക്കുന്ന ഒരു പയ്യനാണ്. അവൻ എന്തെങ്കിലും ദുശ്ശീലമുണ്ടോ? നല്ലൊരു പയ്യനല്ലേ. അപ്പോൾ മിത്ര ചെയ്തത് നല്ലത് തന്നെ. അതുമല്ല, അവൾ വേറെ എവനെങ്കിലും തേടിപ്പോയതല്ലല്ലോ. നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ നമുക്കറിയാവുന്ന നല്ലൊരു ചെറുക്കൻ. പിന്നെ നീ എന്തിനാടി സങ്കടപ്പെടണേ? സമാധാനമായിട്ടിരിക്കുക, എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്ന് അച്ചമ്മ പറഞ്ഞിട്ട് എണീറ്റ് പോവാട്ടോ. അങ്ങനെ നന്ദിതയും അനിയത്തിയും കൂടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ മിത്രൻ വിട്ടുകൊടുക്കുമോ? നേരെ ടെറസിലേക്കാണ് നേരെ പോയി നമ്മുടെ ആര്യം കിടക്കുന്നത്. അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദാ നോക്ക്, ആരും പ്രതീക്ഷിക്കാത്ത ഒരു കല്യാണമാണ് നടന്നിരിക്കുന്നത്. പിന്നെ ഇതിലെന്തൊക്കെയോ രഹസ്യങ്ങൾ മറിഞ്ഞിട്ടുണ്ട്. നീ സത്യം പറ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് ആര്യനെ വിരട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ചേർന്നിട്ട് അനിയത്തിയും ഉണ്ട്, അതുപോലെ ആകാശമൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിൽ നിന്നും കൊണ്ട് മീനാക്ഷി ഒളിച്ചതെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ ഉടനെ ആര്യം ചോദിക്കുന്നുണ്ട്, എന്ത് രഹസ്യം? ഒരു രഹസ്യമില്ല, ഞാൻ ദേ പരസ്യമായിട്ടല്ലേ മിത്രയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മിത്രം പറയാനുണ്ട്, കൊള്ളാം, ഈ പരസ്യത്തിന് മുമ്പ് ഒരു രഹസ്യം ഉണ്ടായിരുന്നു, അത് നീ പറയണം എന്ന് പറയാനുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഒന്നും മറച്ചു വയ്ക്കരുത്, നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞേ പറ്റൂ. ഉടനെ തന്നെ ആകാശ് പറയുന്നുണ്ട്, എടാ ഞാനും മീനാക്ഷിയും തമ്മിലുള്ള പ്രേമത്തിൻ്റെ ആദ്യ അവസാനം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നിൻ്റെ കാര്യം വന്നപ്പോൾ നീ ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നു, ന്യായമാണോ അത്? ഇപ്പം തന്നെ നീ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ തന്നെ ആര്യനുടനെ പറയുന്നുണ്ട്, കൊള്ളാം, ഈ രാത്രി ഇപ്പോൾ എൻ്റെ കഥ പറയാനുള്ള നേരമാണോ, അല്ലെങ്കിൽ ഇതിനുള്ള സാഹചര്യമാണോ, അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? കടയിലല്ലേ, വിഷമിച്ചിരിക്കുമല്ലേ, ഇതൊക്കെ പറയാനാണോ നേരം എന്ന് പറയുമ്പോൾ അനിയത്തിക്കുട്ടി പറയാനുണ്ട്, അതൊന്നും ഏട്ടൻ വിഷമിക്കേണ്ട, അച്ഛൻ്റെ സ്വന്തം കടയിലാണ് പോയിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല, ഏട്ടന് പറയാനുള്ള അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാട്ടോ. അപ്പം ഉടനെ മിത്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രേമം എവിടെ വച്ചാ, എങ്ങനെയാ, ഏത് സമയത്താ, എപ്പോഴാ പറഞ്ഞത്? പരസ്പരം പറയടാന്ന്. അപ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ ആര്യം പ്രത്യേകം കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ സംശയിക്കും ശരിക്കും ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും ആര്യനെ കുത്തി ചോദിച്ചാൽ സത്യം പുറത്തു കൊണ്ടുവരുന്നുള്ള പേടിയുണ്ട്. പെട്ടെന്ന് മീനാക്ഷി വിചാരിക്കണം, ഈശ്വര, ആര്യനെ എങ്ങനെയായാലും മിത്രയുടെ മുറിയിൽ എത്തിക്കണം, അവിടെ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ടെറസിലായിരിക്കും കിടക്കുന്നത്, ആകെ കുഴപ്പമാവും, അമ്മയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുക കേട്ടോ. ഓടി മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്. ഈ സമയം പിന്നെയും നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ അവിടെ ഇരുന്ന് ഒത്തിരി സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ, ഇവിടെ ഇരിക്കണ്ട എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, എടാ ഞാൻ ആർക്കാ എന്തോ ദ്രോഹം ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞ് സങ്കടപ്പെടും. എൻ്റെ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ, അച്ഛനൊരു നല്ല മനുഷ്യനും ഒരു പാവം അച്ഛനുമാണ്. ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാ എന്നിങ്ങനെ മോൻ പറയാട്ടോ. ഉടനെ ബാലൻ പറയണം, അത്രയും ഭാഗ്യം ചെയ്തവരാണോടാ? അത് ശരി, എന്നിട്ടാണോ ഈ സ്നേഹമുള്ള അച്ഛനെ കല്യാണം വിളിക്കാതിരുന്നത്? എന്നെ ഒന്ന് പറയായിരുന്നില്ല എല്ലാവർക്കും, എൻ്റെ കല്യാണമായിരുന്നു, ആകാശ് മീനാക്ഷിയും കൊണ്ട് വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നോ? ഇപ്പോഴത്തെ ആര്യൻ, അച്ഛാ എൻ്റെ കല്യാണമാണ് എന്നെങ്കിലും ഒരു വാക്ക് ഞാൻ ദൂരെ വന്നെങ്കിലും ഒന്ന് കാണുമായിരുന്നില്ലടാ, എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം തകർത്തില്ലേ എന്ന് പറയാൻ സങ്കടപ്പെടുമ്പോൾ ഉടനെ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, എന്താന്ന് കാര്യം, അച്ഛനെ പണ്ടേ നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും പറയാനായിട്ട് മുതിരാത്തത്. പിന്നെ അമ്മയും ഒന്നും അറിഞ്ഞില്ലല്ലോ, പിന്നെന്താ അച്ഛൻ സമാധാനപ്പെട് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ബാലിന് ഇങ്ങനെ സങ്കടം അടക്കി അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മീനാക്ഷി ഇവിടെ നേരെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞുണ്ട്, ആഹാ അമ്മ ഇവിടെ വന്ന് ദുഃഖം അഭിനയിച്ച് കിടക്കുവാണോ, ഇങ്ങോട്ട് എണീറ്റ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതീനെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, എന്താ വേണ്ട? അല്ല, എന്തായാലും ആര്യൻ ഇനിയിപ്പോൾ ടെറസിലായിരിക്കും കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മിത്രേനെ മുറിയിലേക്ക് അമ്മ എങ്ങനെയെങ്കിലും എത്തിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ആകെ കൊളാവും എന്ന് പറയുമ്പോൾ ഗോമതി സമ്മതിക്കുന്നില്ല. ഗോമതി പറയുന്നുണ്ട്, എടി അവനത് പറഞ്ഞാൽ കേൾക്കില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവരുടെ കാര്യം നമുക്ക് ഈ ഒരു കാര്യത്തിൽ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അമ്മേ. ആദ്യം എങ്ങനെയെങ്കിലും അമ്മ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മുറിയിലെത്തിക്കണം. പിന്നെ ആദ്യം കുറച്ച് ദിവസമൊക്കെ അവർ വഴക്കും ബഹളമൊക്കെ ആയിരിക്കും, പിന്നെ പതിയെ എല്ലാം ശരിയായിക്കോളും അമ്മേ എന്ന് പറയണം. അമ്മ തന്നെ തന്ത്രപരമായിട്ട്
എന്തെങ്കിലും കാര്യം പറഞ്ഞ് ആര്യനെ മുറിയിലേക്ക് എത്തിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു കാര്യം പറയാം അമ്മയോട്, അമ്മ വിഷമിക്കരുത്. എനിക്ക് ഒരു ആദ്യരാത്രി ഇല്ലായിരുന്നു. എൻ്റെ ആദ്യരാത്രിയിൽ എന്നെ ആകാശിനെ ഒരുമിച്ച് കഴിയാൻ നിങ്ങൾ സമ്മതിച്ചില്ല, അതിന് അമ്മയും കൂട്ടു ചേർന്നു എന്ന് പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, മോളെ അങ്ങനെ പറയല്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഒരു ചിന്തയും ഇല്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദേഷ്യത്തിൽ നിന്നോട് സംസാരിച്ചൊന്നുമില്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ പോട്ടെ, അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. പിന്നെ എന്തായാലും അത് കഴിഞ്ഞു. എനിക്ക് ആര് കാരണമായാലും എൻ്റെ അതിരാത്രി എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ഈ ഒരു അവസ്ഥ ആർക്കും വരാൻ പാടില്ല, ഞാനത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത്രയും വേഗം ആര്യനെ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുന്നത് കേട്ടോ. അമ്മ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പാലുണ്ടോ നോക്കട്ടെ, പാലൊക്കെ കാച്ചി വയ്ക്കും. അപ്പോൾ ഉടനെ മീനാക്ഷി പറയുന്നുണ്ട്, പാലില്ല എന്നാ തോന്നണേ, പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, കട്ടൻ ചായ കൊടുക്കുക. അതിനെന്താ ആദ്യ രാത്രി കട്ടൻ ചായയോ? എന്താ അമ്മേ, സാരമില്ല, പാല് കാണും അമ്മേ, ഞാൻ നോക്കാം. അമ്മ പോയി ആര്യനെ വിളിച്ചിട്ട് വാ ശരി എന്നും പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ മീനാക്ഷി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.